ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. നൈപുണ്യമുള്ള യുവജനങ്ങൾ ഏറ്റവും അധികമുള്ള രാജ്യമായി വരും വർഷങ്ങളിൽ ഇന്ത്യ മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് INS തുഷിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് റഷ്യയിൽ കമ്മീഷൻ ചെയ്യും. ഇന്ത്യ ബംഗ്ലാദേശ് വിദേശകാര്യ ചർച്ചകൾക്കായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ധാക്കയിൽ എത്തി. കരുതലും കൈത്താങ്ങും താലൂക്ക്തല പരാതി പരിഹാര അദാലത്തിന് സംസ്ഥാനത്ത് തുടക്കം. പരാതികളുമായി എത്തുന്ന ജനങ്ങളോട് ഉദ്യോഗസ്ഥർ മോശം സമീപനം സ്വീകരിക്കരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ 12ാം ഗെയിമിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷ് ഇന്ന് നിലവിലെ ചാമ്പ്യൻ ഡിങ് ലിറനെ നേരിടും. വാർത്തകൾ വിശദമായി. ജനാധിപത്യം, സാങ്കേതികവിദ്യ, നൈപുണ്യമുള്ള യുവജനത എന്നിവയുടെ ശക്തി ഇന്ത്യ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജസ്ഥാനിലെ ജയ്പൂരിൽ റൈസിംഗ് രാജസ്ഥാൻ ത്രിദിന ആഗോള നിക്ഷേപ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇത് സാങ്കേതികവിദ്യയുടെ കാലഘട്ടമാണെന്നും നൈപുണ്യമുള്ള യുവജനങ്ങൾ ഏറ്റവും അധികമുള്ള രാജ്യമായി വരും വർഷങ്ങളിൽ ഇന്ത്യ മാറുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. भारत में युवाओं का सबसे बड़ा पूल होने के साथ ही सबसे बड़ा स्किल्ड युवा वर्ग भी होगा. आप सभी जानते हैं कि आज हर सेक्टर में टेक्नोलॉजी का, डेटा का कितना महत्व है. ये सदी टेक ड्रिवन, डेटा ड्रिवन सदी है. भारत में डिजिटल ट्रांजैक्शन में तो नए रिकॉर्ड बन रहे हैं. भारत दुनिया को डेमोक्रेसी, डेमोग्राफी और डेटा की असली ताकत दिखा रहा है. രാജ്യം എല്ലാ മേഖലകളും അതിവേഗ വികസനം കൈവരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ പോലെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യത്ത് ജനാധിപത്യം അഭിവൃദ്ധിപ്പെടുന്നതും സ്വയം ശാക്തീകരിക്കപ്പെടുന്നതും വലിയ നേട്ടമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 32 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ റൈസിംഗ് രാജസ്ഥാൻ ആഗോള ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. LIC ബീമാ സഖി യോജനയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ തുടക്കം കുറിക്കും. 18നും 70നും ഇടയിൽ പ്രായമുള്ള 10ാം ക്ലാസ് പാസ്സായ വനിതകളെ ശാക്തീകരിക്കുന്നതിനുള്ള സംരംഭമാണ് ഇത്. പരിശീലനത്തിന് ശേഷം ബീമാ സഖിമാർക്ക് LIC ഏജന്റുമാരായി പ്രവർത്തിക്കാനും ബിരുദധാരികൾക്ക് LIC ഡെവലപ്മെന്റ് ഓഫീസറായി പ്രവർത്തിക്കുന്നതിനും ഇതിലൂടെ അവസരമൊരുക്കുന്നു. മഹാറാണ പ്രതാപ് ഹോർട്ടികൾച്ചറൽ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസിന്റെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി പാനിപ്പത്തിൽ നിർവഹിക്കും. ഭരണ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധം. സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ലോക്സഭയിൽ രാവിലെ സഭ സമ്മേളിച്ചപ്പോൾ തന്നെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ്, DMK ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ പ്രതിഷേധം ആരംഭിച്ചു. ചോദ്യോത്തരവേള പ്രധാനമാണെന്നും നടപടികൾ തുടരുന്നതിന് പ്രതിപക്ഷം സഹകരിക്കണമെന്നും സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചു. എന്നാൽ ബഹളം തുടരുന്ന സാഹചര്യത്തിൽ സഭ 12 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധം ഉണ്ടായി. വിവിധ വിഷയങ്ങൾ സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഭരണ പ്രതിപക്ഷ MPമാർ നോട്ടീസ് നൽകി. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഭരണകക്ഷി അംഗങ്ങളും പ്രതിപക്ഷ നേതാക്കളും ആരോപണ പ്രത്യാരോപണവുമായി രംഗത്ത് വന്നതോടെ സഭ പ്രക്ഷുബ്ധമായി. തുടർന്ന് നടപടികൾ 12 മണിവരെ നിർത്തിവയ്ക്കാൻ രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻകർ തീരുമാനിച്ചു. ഇരുസഭകളിലും നടപടികൾ 12 മണിക്ക് പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടരുന്ന സാഹചര്യത്തിൽ സഭ 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. അദാനി ഗ്രൂപ്പിനെതിരായ കൈക്കൂലി ആരോപണത്തിൽ INDA MPമാർ പാർലമെന്റ് സമുച്ചയത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, DMK, RJD, ഇടത് MPമാർ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടാൻ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും തയ്യാറാകണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ചില പ്രശ്നങ്ങളെ രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെ കാണരുതെന്നും ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ റിജിജു പറഞ്ഞു. ജോർജ് സോറോസ് ഫൌണ്ടേഷനും ഒരു മുതിർന്ന പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ബന്ധം അടുത്തിടെ പുറത്തുവന്ന ഒരു റിപ്പോർട്ടിലൂടെ വെളിപ്പെട്ടതായും അദ്ദേഹം ആരോപിച്ചു. 1946ൽ ഭരണഘടനാ നിർമ്മാണ സഭ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യ യോഗം ചേർന്ന ചരിത്ര ദിവസത്തിന്റെ സ്മരണയിൽ ഇന്ത്യൻ പാർലമെന്റ്
ജനാധിപത്യത്തിന്റെ അടിത്തറയായ ഭരണഘടന രൂപീകരിക്കുക എന്ന വലിയ ദൌത്യം നിറവേറ്റിയ ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിസ്തുല സംഭാവനകളെ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ ജഗ്ദീപ് ധൻഖർ അനുസ്മരിച്ചു. The first sitting of the Constituent Assembly of India was held on this very day, the 9th of December in the year 1946. This moment marked the beginning of the profound task of crafting the Constitution of India, a document that stands as the cornerstone of our democratic republic. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് INS തുഷിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് റഷ്യയിലെ കലീനിൻഗ്രാഡിലുള്ള കപ്പൽശാലയിൽ കമ്മീഷൻ ചെയ്യും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ചടങ്ങിൽ പങ്കെടുക്കും. 3 ദിവസത്തെ റഷ്യ സന്ദർശനത്തിനായി ഇന്നലെ രാത്രിയാണ് രാജ്യരക്ഷാമന്ത്രി മോസ്കോയിൽ എത്തിയത്. സൈനിക സാങ്കേതിക സഹകരണത്തിനായുള്ള ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 21ാമത് യോഗത്തിന് ശ്രീ രാജ്നാഥ് സിംഗും റഷ്യൻ പ്രതിരോധ മന്ത്രി ആന്ദ്രേ ബെലൂസോവും നേതൃത്വം നൽകും. റഷ്യയിലെ ഇന്ത്യൻ സമൂഹവുമായും രാജ്യരക്ഷാമന്ത്രി സംവദിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യ ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയ തല ചർച്ചയ്ക്കായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ധാക്കയിൽ എത്തി. ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെയുള്ള അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഏറെ നയതന്ത്ര പ്രാധാന്യമുണ്ട്. ഇസ്കോൺ ആത്മീയ നേതാവ് ചിന്മോയ് കൃഷ്ണദാസിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നീതിയുക്തവും സുതാര്യവുമായ അന്വേഷണം വേണമെന്നാണ് ഇന്ത്യൻ നിലപാട്. പരാതികളുമായി എത്തുന്ന ജനങ്ങളോട് ഉദ്യോഗസ്ഥരുടെ മോശം സമീപനം സർക്കാർ അംഗീകരിക്കില്ലെന്നും അത്തരം സംഭവങ്ങളിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാധാരണക്കാരുടെ പരാതികൾ പരിഹരിക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ കടമയാണെന്നും പ്രശ്നപരിഹാരം ജനങ്ങളുടെ അവകാശമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പരാതി പരിഹാര നടപടികൾ മെച്ചപ്പെടുത്താൻ സംസ്ഥാനത്ത് ഓൺലൈൻ സംവിധാനം ശക്തമാക്കിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ, കോഴിക്കോട്, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലും ഇന്ന് അദാലത്തിന് തുടക്കമായി. സംസ്ഥാനത്ത് 31 വാർഡുകളിൽ ഉപതിരഞ്ഞെടുപ്പ് നാളെ. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് വാർഡ് ഉൾപ്പെടെ 11 ജില്ലകളിലായി 4 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലാണ് ഉപതിരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ ബുധനാഴ്ചയാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് പലായനം ചെയ്ത് മോസ്കോയിൽ എത്തിയ സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദിനും കുടുംബത്തിനും അഭയം നൽകിയതായി റഷ്യ. അബു മുഹമ്മദ് അൽ ജോലാനിയുടെ നേതൃത്വത്തിലുള്ള വിമതസേന സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തതിനെ തുടർന്നാണ് അസദ് രാജ്യം വിട്ടത്. രൂക്ഷമായ ആഭ്യന്തര യുദ്ധം തുടരുകയായിരുന്ന സിറിയയിൽ റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയോടെയാണ് അസദ് ഭരണം നിലനിർത്തിയിരുന്നത്. അറബ് മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നതാണ് സിറിയയിലെ സംഭവ വികാസങ്ങൾ. അധികാരം പിടിച്ചെടുത്ത വിമതർ കുപ്രസിദ്ധമായ സെയ്ദ് നയ ജയിൽ തുറന്ന് തടവുകാരെ മോചിപ്പിച്ചു. ദമാസ്കസിലെ ഇന്ത്യൻ എംബസി പ്രവർത്തനം തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. സിറിയയിലെ ഇന്ത്യൻ പൌരന്മാർക്ക് അടിയന്തര സഹായം ഉറപ്പുവരുത്തുമെന്നും എംബസി അറിയിച്ചിട്ടുണ്ട്. ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ 12ാം ഗെയിമിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷ് ഇന്ന് നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിറനെ നേരിടും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 സിംഗപ്പൂരിലാണ് മത്സരം. 14 പോരാട്ടങ്ങൾ അടങ്ങിയ ചാമ്പ്യൻഷിപ്പിൽ ഇനി 3 മത്സരങ്ങളാണ് അവശേഷിക്കുന്നത്. ആദ്യം 7.5 പോയിന്റ് നേടുന്നയാൾ ചാമ്പ്യനാകും. നിലവിൽ ഗുകേഷിന് 6ഉം ഡിങ് ലിറന് 5 പോയിന്റുമാണ്. ഒമാനിൽ നടക്കുന്ന വനിതാ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി പൂൾ എ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 ആണ് മത്സരം. ഇന്നലെ ബംഗ്ലാദേശിനെതിരെ നടന്ന മത്സരത്തിൽ 1-നെതിരെ 13 ഗോളുകൾക്കാണ് ഇന്ത്യ വിജയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. നൈപുണ്യമുള്ള യുവജനങ്ങൾ ഏറ്റവും അധികമുള്ള രാജ്യമായി വരും വർഷങ്ങളിൽ ഇന്ത്യ മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് INS തുഷിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് റഷ്യയിൽ കമ്മീഷൻ ചെയ്യും. ഇന്ത്യ ബംഗ്ലാദേശ് വിദേശകാര്യ ചർച്ചകൾക്കായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ധാക്കയിൽ എത്തി. കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിന് സംസ്ഥാനത്ത് തുടക്കം. പരാതികളുമായി എത്തുന്ന ജനങ്ങളോട് ഉദ്യോഗസ്ഥർ മോശം സമീപനം സ്വീകരിക്കരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ 12ാം ഗെയിമിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷ് ഇന്ന് നിലവിലെ ചാമ്പ്യൻ ഡിങ് ലിറനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.